നമ്മളിന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ മുണ്ടൂരിലുള്ള ഗ്യാരനിലാട്ടാ. ഇവിടെ ഒരു കിണ്ണങ്കാജ് ട്രാക്ക് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ടൊയോട്ടയുടെ ഹൈലക്സിന്റെ ഒരു ഗംഭീര പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോണേ. നല്ല അത്യാവശ്യം വെള്ളത്തിലും മണ്ണിലൊക്കെ ഉള്ള പരിപാടിയാട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് പോയേക്കല്ലോ. ഇതാണ് കേട്ടോ ട്രാക്ക്. Deep connection lights a spark. It's like you know me in the depths of my heart. We're dreamers. Don't care what other people say. We're living like this could be our final day. We're dreamers. Don't care what the others say. അങ്ങനെ കിഡിലിൻ ഒരു അഡ്വഞ്ചർ വേണമെങ്കിൽ പറയാട്ടോ. അടിപൊളി ട്രാക്കാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണേ ടൊയോട്ട നമുക്ക് വേണ്ടിയിട്ട്. ഇതാണ് ആ ഒരു വഴിയും കാര്യങ്ങളും. ഒരു ലാപ്പാണ് നമ്മളെല്ലാവരും അടിക്കണേ. ഒരുപാട് കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രാക്കിൽ നമുക്ക് കുറെ ഹിഡൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറെ ചെളി വരുന്നുണ്ട്, പിന്നെ കുറെ ഹൈറ്റ് ഉള്ള ഏരിയാസ് വരുന്നുണ്ട്, പിന്നെ താഴ്ചയുള്ള ഏരിയാസ് വരുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കയറുന്ന ഏരിയാസ് വരുന്നുണ്ട്. കണ്ട ഇവിടെയൊക്കെ പ്രത്യേകതരം ഏരിയാസ് ഇവര് മാനുവലി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊന്നും അല്ലാണ്ട് ഒരു വെറൈറ്റി ഏരിയ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഇതേ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ പരിപാടിക്ക് കയറാൻ പോകണം. ഞാൻ സെക്കൻഡാണ്. ആദ്യം ഒരു ചേട്ടനെ എടുക്കാൻ പോകണം. അപ്പോൾ ഫ്ലാഗ് ഓഫും കാര്യങ്ങളുണ്ട്. നമ്മുടെ രഞ്ജിത്തേട്ടനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യണം കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോണത്. എൻ്റെ മോനെ ചെക്കനെ കൊണ്ട് ഒരു പറക്കൂട്ടാ നമ്മൾ ഈ ഒരു ട്രാക്കില്. അങ്ങനെ അതെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടാ. ഈ ഒരു കസ്റ്റമർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറാൻ പോണേ. എന്തൊരു ലെവലല്ലേ ഫോണൊക്കെ. നമ്മൾ ഒരുപാട് ട്രാക്കിൽ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി ട്രാക്കിൽ ഓടിക്കാൻ എല്ലാവർക്കും ഒരു ഇഷ്ടം തന്നെയാണ്, ഒരു കൗതുകം തന്നെയാണ്. എന്തായിരിക്കും അവസ്ഥയും കാര്യങ്ങളും. ഈ ചേട്ടൻ പോയി വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കുന്നത്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ടെന്നാണ് ആള് പറഞ്ഞത്. ഒരു വെറൈറ്റി ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. ഒരു പ്രത്യേക ഒരു വൈബ്. ഞാൻ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിലാണ് നമ്മൾ എടുക്കണ പരിപാടി. ആ ചേട്ടൻ എന്തായാലും തിരിച്ചു വന്നുകൂടെ പോയിട്ട്. ഇനി നമ്മുടെ ഊഴാണ്. എന്തൊട്ടാ ലെവലല്ല പവറാവുന്നുണ്ട് വരുന്നത് കണ്ടിട്ട് തന്നെ. ഇനി നമുക്ക് കയറിയാലോ. അങ്ങനെ ഞാൻ അകത്ത് കയറി. അവിടെയുള്ള ചേട്ടൻ, നമ്മുടെ കൂടെയുള്ള ചേട്ടൻ ഗൈഡ് ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വാഹനം ഓടിക്കേണ്ടത്, ഏതൊക്കെ രീതിക്കാണ് ഓടിക്കേണ്ടത്. ഹൈ ടോർക്കുള്ള ഒരു മോഡിലാണ് നമ്മൾ ഇട്ടേക്കണ വാഹനം. അത് ഹൈലക്സ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അത് ഏത് ഡ്രൈവ് മോഡും കാര്യങ്ങളും. ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാട്ടാ. എന്തിട്ടാ ലെവല്. നമ്മൾ ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വാഹനം ഓട്ടോമാറ്റിക് ആണ്. ചെറിയ രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരു ത്രോട്ടിൽ കൊടുത്ത വാഹനം ഇങ്ങനെ തന്നെ കയറി നോക്കി ബാക്കിൽ കയറിപ്പോക്കോളൂടാ. ഓ മോനെ, എന്ത് കാണിച്ചാലും വാഹനം മറിയൊന്നുമില്ല കേട്ടോ. അതാണ് വാഹനത്തിന്റെ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാനായിട്ട്. ഇത്രയും ലക്ഷം കൊടുത്ത് എടുക്കുമ്പോൾ അതിനുള്ള സേഫ്റ്റിയും അതുപോലെ തന്നെ കംഫർട്ടും വാഹനം തരുന്നുണ്ട്. ഇനി അടുത്തത് കയറാൻ പോകുന്നത് നമ്മൾ ഒരു നന്നായി ചെരിഞ്ഞിട്ടുള്ള ഒരു ആംഗിളുള്ള ഒരു സെറ്റപ്പിലവിടെ നോക്കിയേ. എൻ്റെ മോനെ, ക്യാമറ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് നല്ലൊരു ചെരിഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമുക്കൊന്നും കാണില്ല. താഴെ മുകളിലൊന്നും എന്താ അവസ്ഥ എന്നൊന്നും കാണില്ല. ആകാശം മാത്രമേ കാണുള്ളൂ കേട്ടോ. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഭൂമി കാണുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ബാക്ക് പൊന്തിട്ടോ. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു സെറ്റപ്പ്. ഇനി നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോയേക്കാം. ഇങ്ങനെ കറങ്ങി വന്നിട്ട് വേണം ഇനി ഒരു ഡീപ്പായിട്ടുള്ള ഒരു കുഴിയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഇവര് ട്രാക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. നമ്മൾ 4x4 വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം പല സ്ഥലങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ 4x4 പർപ്പസ് ഓടാൻ പറ്റുന്ന ട്രാക്കിലൊക്കെ പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ വരുന്നത് ടയർ ചെറുതായിട്ട് വോബ്ലിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ ലെഫ്റ്റ് സൈഡിൽ താഴ്ചയാണ്, റൈറ്റ് സൈഡിൽ ഉയർച്ചയാണ്. ഇതാണ് ഞാൻ പറഞ്ഞുള്ള അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു കുഴിയോടെയാണ് നമ്മൾ വണ്ടി ഇറക്കണത്. താഴെ കട്ട ചെളിയാട്ടോ. പകുതി ടയർ മുങ്ങിയിട്ടാണ് വരണേ. ഇനി നമ്മൾ കയറിക്കുമ്പോൾ അവസ്ഥ നോക്കിയൊക്കെ എന്തുട്ടാ ലെവല്. ഒന്നും കാണാനില്ല നമുക്ക്. ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ അകത്ത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടല്ലോ, സിമ്പിളായിട്ട് വാഹനം കയറൂട്ടോ. എത്ര വലിയ കയറ്റം സിമ്പിളായിട്ട് കയറും. അത്രയും ടോർക്കിലാണ് വാഹനത്തിന്റെ ഒരു മോഡ് ഇപ്പോൾ സെറ്റ് ചെയ്താണ്. ഈ ചെളിയോടെ ഇറക്കിയപ്പോൾ ഫുള്ളൊരു വഴുക്കൽ എഫക്റ്റ് ആയിരുന്നു. പക്ഷെ ട്രാക്ഷനൊക്കെ ഓട്ടോമാറ്റിക് വാഹനത്തിനുള്ളതുകൊണ്ട് തന്നെ
കംഫർട്ടായിട്ട് നമ്മൾ കയറി വന്നു. അങ്ങനെ നമ്മൾ ഒരു ലാപ്പ് അടിച്ച് തിരിച്ചെത്തിട്ടാ. നമ്മുടെ തൃശ്ശൂരിലുള്ള നിപ്പോൺ ടൊയോട്ടയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചായിരുന്നു കേട്ടോ. അതിഗംഭീര പരിപാടി ഉണ്ടായിരുന്നുണ്ട്. ചിലര് ഇതിന്റെ ഉള്ളില് നല്ല റേസിംഗ് പോലെയൊക്കെയാണ് ഓടിച്ചത്. ഇതിന്റെ ശേഷം ഞാൻ ഓടിച്ചതിന് ശേഷം പല ആൾക്കാരും ഓടിച്ചായിരുന്നു കേട്ടോ. ആ ബാക്കിലത്തെ ടയർ പോകുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടല്ലോ. നോക്കിയേ, ചാടിയിട്ട് പോണ ചെക്കൻ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ട്രാക്കിന്റെ വിശേഷം കാര്യങ്ങളും ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ? അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.